ലോക ജനസംഖ്യ 500 കോടി തികച്ചത് ഒരു ജൂലൈ 11 ആണ്. ഏതു വർഷം? 1987 ജൂലൈ 11 500 കോടി തികഞ്ഞത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ലോക ജനസംഖ്യാ ദിന ക്വിസ്. LP, UPHS, PSCGK എന്നിവയ്ക്കെല്ലാം ആവശ്യമായ ഒട്ടും മറക്കാതെ ഓർത്തുവെക്കേണ്ട വിവരങ്ങൾ അടങ്ങിയ ജനസംഖ്യാ ദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യങ്ങൾ: 1804 ലോക ജനസംഖ്യ എത്ര കോടിയായിരുന്നു? 100 കോടി. 1804 100 കോടി. ലോക ജനസംഖ്യാ ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ ആരംഭിച്ചത് എന്നാണ്? ഔദ്യോഗികമായി ആചരിക്കാൻ ആരംഭിച്ചത് 1990 ജൂലൈ 11 ജനസംഖ്യാശാസ്ത്ര പഠനത്തിന്റെ പിതാവ് ആര്? ജനസംഖ്യാശാസ്ത്ര പഠനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ജോൺ ഗ്രാൻഡ്. ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏതാണ് ഏജൻസി? UNFPA എന്ന ഏജൻസി. UNFPA എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് എന്നതിൻ്റെ ചുരുക്കമാണ് UNFPA എന്നത്. UNFPA-യുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. സ്ഥിരമായ ജനസംഖ്യ ഇല്ലാത്ത വൻകര ഏതാണ്? അന്റാർട്ടിക്ക വൻകര. ജനസംഖ്യാ വർധനവ് വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിവുള്ളവരാക്കാൻ ആചരിക്കുന്ന ദിനമേത്? ലോക ജനസംഖ്യാ ദിനം. ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടി കടന്നത് ഏത് വർഷമാണ്? 2000 മെയ്. ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടി തികച്ചതായി കണക്കാക്കുന്ന കുട്ടി ആസ്ത. ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ജനിച്ച ആസ്ത. ലോകത്ത് ആദ്യമായി 100 കോടി ജനസംഖ്യ തികച്ച രാജ്യം? ചൈനയാണ് ആദ്യമായി 100 കോടി പിന്നിട്ട രാജ്യം. ലോകത്ത് ആദ്യമായി 100 കോടി ജനസംഖ്യ തികച്ച വൻകര ഏതാണ്? ഏഷ്യ വൻകര. ലോകത്ത് 100 കോടി ജനസംഖ്യ തികച്ച രണ്ടാമത്തെ വൻകര ഏതാണ്? ആഫ്രിക്ക വൻകര. വേൾഡ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 146 കോടി ജനങ്ങളാണ് ഉണ്ടാവുക. ഏതു വർഷമാണ് ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒന്നാമത് രാജ്യമായത്? 2023. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിൽ വസിക്കുന്നത്? 17.78%. ജനസംഖ്യാ കണക്കെടുപ്പിന് പറയുന്ന പേരെന്ത്? സെൻസസ് എന്നാണ് ജനസംഖ്യാ കണക്കെടുപ്പിന് പറയുന്ന പേര്. സെൻസസ് എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും വന്നതാണ്? സെൻസറേ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന വാക്ക് വന്നത്. ലോകത്ത് ആദ്യമായി സെൻസസ് നടത്തിയത് 1790 ആഗസ്റ്റ് 2 ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്.
ജനസംഖ്യ ക്വിസിനും മറ്റെല്ലാ ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏത്? തിരുവിതാംകൂർ. തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷമാണ്? ആദ്യമായി സെൻസസ് നടന്നത് 1772 ഇന്ത്യയിൽ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത്, ആദ്യത്തെ സെൻസസ് നടന്നത് ഏത് വർഷമാണ്? 1881. 1881. 1881 ആദ്യത്തെ പൂർണ്ണ സെൻസസിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആര്? റിപ്പൺ പ്രഭു, ലോർഡ് റിപ്പൺ. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? 10 വർഷം. 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ഇന്ത്യയിൽ 1881 സെൻസസ് ആരംഭിച്ച ശേഷം അത് മുടങ്ങിയത് ഏതു വർഷമാണ്? 2021 ആദ്യമായി സെൻസസ് മുടങ്ങിയത്. ഇന്ത്യയിൽ 2021 സെൻസസ് നടക്കാതെ വന്നതിന് കാരണം എന്താണ്? COVID-19 രോഗബാധ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സെൻസസ് നടന്നത് ഏതു വർഷം? 2011. 2011 ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സെൻസസ് നടന്നത്. ഇന്ത്യയിലെ അടുത്ത സെൻസസ് ഏത് വർഷമാണ് പൂർത്തിയാവുക? വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ 2027 മാർച്ച് മാസം പൂർത്തിയാവും. ഇന്ത്യയിൽ പുതുതായി നടത്താൻ പോകുന്ന സെൻസസിൽ പുതുതായി ഉൾപ്പെടുത്തിയ സെൻസസ് ഏതാണ്? ജാതി സെൻസസ് അഥവാ കാസ്റ്റ് സെൻസസ്. ജാതി സെൻസസ് പുതുതായി ഉൾപ്പെടുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ലോകരാജ്യങ്ങളിൽ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യ വലുപ്പത്തിൽ എത്രാമതാണ്? ശരി ഉത്തരം കമന്റ് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ ചെയ്തോളൂ, മടിക്കേണ്ട, മറക്കേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.